അതായത് ഞങ്ങളൊരു പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നമ്മൾ 3 പേരും ചേർന്ന്. എന്താ, സഹകരിക്കില്ലേ? പകരത്തിന് പകരം അല്ലേ? ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ. പ്രാണവായു കിട്ടാതെ നമ്മൾ ചത്തുപോകുകയില്ലെന്ന് ചിലരെ ബോധ്യപ്പെടുത്തണം. പിന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണം. എന്തു പറയുന്നു? നിങ്ങളുടെ നീക്കം നല്ലതാ. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ഒരു മൂഡിലല്ല. അങ്ങനെ പറയരുത് പ്രസാദ്. പ്രസാദിന്റെ തകർച്ച കണ്ട് ചിരിച്ച ലോകമാണിത്. ആ ലോകത്തിന് ഒരു മറുപടി കൊടുക്കണ്ടേ? അതുമാത്രമല്ല, ഇങ്ങനെ 24 മണിക്കൂറും വീട്ടിനുള്ളിൽ അടച്ചു പൂട്ടി നശിപ്പിക്കേണ്ട ഒരു ലൈഫല്ല പ്രസാദിൻ്റെത്. വി നോ യുവർ കാലിബർ. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയേ മതിയാവൂ. കമ്പനിയായുള്ള കേസ് തീരാതെ എങ്ങനെ ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് കിടക്കുക? കേസ് തീർന്നാ ഞങ്ങളോട് സഹകരിക്കോ? കേസ് തീരണമല്ലോ. അതൊക്കെ തീരും പ്രസാദ്. ഞങ്ങൾക്ക് വാക്ക് തന്നാൽ മതി. ആ വാക്ക് ഞങ്ങൾക്കൊരു ശക്തിയായിരിക്കും, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. എന്തു പറയുന്നു? ശരി, ഞാൻ സഹകരിക്കാം. ഒരു മിനിറ്റ്. നമസ്കാരം സാർ. നമസ്കാരം. ശ്രമങ്ങൾ എന്തായി? ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? വസ്തുവിന് ആവശ്യക്കാരുണ്ട്. സ്പോട്ട് പറഞ്ഞപ്പോൾ പലർക്കും താല്പര്യമായി. പക്ഷേ എല്ലാവർക്കും ചില്ലറ സംശയങ്ങൾ. സംശയം? എന്ത് സംശയം? സാറിൻ്റെ ഒപ്പിൻ്റെ കാര്യത്തിൽ. എൻ്റെ ഒപ്പിനെന്താ പ്രശ്നം? ചന്ദ്രപിള്ള ക്ലിയർ ആയിട്ട് പറയൂ. പറയുമ്പോൾ സാറിന് വിഷമം തോന്നരുത്. വസ്തുവിൻ്റെ ലൊക്കേഷൻ ഇഷ്ടപ്പെടും, തുകയുടെ കാര്യത്തിലും അനുകൂലമാവും. പക്ഷേ സാറിൻ്റെ ഹിസ്റ്ററി അറിയുമ്പോൾ എല്ലാവരും പിന്നോട്ടടിക്കും. സാറിന് എപ്പോഴും അസുഖമുണ്ടോയെന്ന് അവർക്ക് സംശയം. അത് ശരി. സാറിന് വിഷമം തോന്നരുത്. മാനസിക രോഗമുണ്ടായിരുന്ന ഒരാൾ ഒപ്പിട്ടാൽ ആ ഒപ്പിന്. മനസ്സിലായി ചന്ദ്രപിള്ളേ. സംശയം ന്യായമാണ്. മനോരോഗിയുടെ ഒപ്പിന് നിയമപരമായ മൂല്യമുണ്ടാവില്ല. മനുഷ്യരുടെ കാര്യമല്ലേ സാർ. ഇപ്പൊ സാറിന് എനിക്കറിയാന്നുള്ളതുകൊണ്ട് സത്യം അറിയാം, സാറിന് ഒരു അസുഖമില്ലാന്ന്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യം അങ്ങനല്ലല്ലോ. സാരമില്ല. ചന്ദ്രപിള്ളയ്ക്ക് കാശെന്തെങ്കിലും വേണോ? അയ്യോ വേണ്ട, അന്വേഷണം ഞാൻ നിർത്തുന്നുമില്ല. എന്നാ ഞാനങ്ങോട്ട്. ഓ, സാറിന്റെ ഇവിടെ? മാധവരാജൻ പത്രത്തിന്റെ ഓഫീസ് വരെ പോയതാ. എന്താ സാർ വിശേഷം? അത് ഒരു പരസ്യം കൊടുക്കാൻ. പരസ്യോ? അതെ, എൻ്റെ പ്രോപ്പർട്ടി വിൽക്കുന്നതിന്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ താമസിക്കുന്ന? അല്ല, ടൗണിന് പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. അതൊന്ന് ഡിസ്പോസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കമ്പനി കേസിൻ്റെ കാര്യം വിശാലിന് അറിയാമല്ലോ. അത് സോൾവ് ചെയ്യാൻ അതിന് ഒരു 6 ലക്ഷം രൂപ വേണം. 6 ലക്ഷോ? അതെ, അത്രയും സംഖ്യ ഒന്നിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രോപ്പർട്ടി വിൽക്കാൻ തീരുമാനിച്ചത്. പത്രപരസ്യം കൊടുക്കാതെ തന്നെ ഒരു അന്വേഷണം നടത്താമായിരുന്നില്ലേ ബ്രോക്കർമാർ വഴി? വസ്തു വാങ്ങാൻ ഇപ്പോൾ ആൾക്കാർ പരക്കം പാച്ചിലല്ലേ? വസ്തു വാങ്ങാൻ 1-2 കൂട്ടർ സമ്മതിച്ചതാ. അഡ്വാൻസ് തന്നു. പക്ഷേ പിന്നെ പിൻവാങ്ങി. അത് അവരുടെ കുഴപ്പമല്ല. പ്രമാണത്തിൽ മാനസിക രോഗം ഒപ്പിട്ടാൽ ആ ഒപ്പിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവുമോ? അല്ല, അവരുടെ സംശയം ന്യായമാണ്. അതുകൊണ്ട് എന്നെ പരിചയമില്ലാത്ത, എൻ്റെ പഴയ കാലം അറിയാത്ത ആരെങ്കിലും വരണം, എങ്കിലേ കാര്യം നടക്കൂ. ഈ വിവരം സാർ എന്നോട് നേരത്തെ ഒന്നും പറയാത്തെന്താ?
ഓർത്തിലിടൂ. എന്താ വിശാലിന് പ്രോപ്പർട്ടി നോട്ടുണ്ടോ? അയ്യോ, നമ്മുടെ കയ്യിൽ എവിടെ കാശ്, അതും ലക്ഷങ്ങൾ. താല്പര്യമുള്ള പാർട്ടീസ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കാലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ വലിയൊരു റിലീഫായനെ. അത്രയ്ക്ക് അത്യാവശ്യമായി വന്നിരിക്കുക. കോമ്പൻസേഷൻ കൊടുത്തില്ലെങ്കിൽ കേസ് കോടതിയിലേക്ക് വലിച്ചഴിക്കും. ഇനിയും കോടതി കയറാൻ വയ്യടോ. സഹിക്കാവുന്നതിലേറെ ടെൻഷൻ സഹിച്ചു കഴിഞ്ഞു. ഇനിയും വയ്യ. കമ്പനിയിൽ ഇനി തിരിച്ചു കയറാൻ സാധ്യതയില്ല സാർ. ഇല്ല, കമ്പനിക്ക് നഷ്ടം വരുത്തിയവനല്ലേ ഞാൻ. അപ്പൊ പിന്നെ സാറിന്റെ ഭാവി പരിപാടികൾ? കമ്പനിയിൽ നിന്നും എനിക്ക് പിന്നാലെ പുറത്തായ 2 എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരും ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ പരിപാടിയുണ്ട്. ആഹാ, നല്ല വാർത്തയാണല്ലോ സാർ. എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക്സ്. നിങ്ങളുടെ പുതിയ കമ്പനി ശിവ കൺസ്ട്രക്ഷൻസിനെ പിന്തള്ളി എക്സ്റ്റാബ്ലിഷ് ആവും സാർ. ആരെയും എനിക്ക് തോൽപ്പിക്കേണ്ട വിശാൽ. കാരണം തോൽവി എൻ്റെ മാത്രം കുത്തകയാണ്. പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ വിശാൽ ഒന്ന് സഹായിച്ചാൽ എനിക്കത് വലിയ ആശ്വാസമാവും. ദാ, ഞാൻ വാക്ക് തരികയാണ് സാർ. ഇത് നടന്നു തന്നെ കൂട്ടിക്കോ. ഈ നിമിഷം മുതൽ ഞാൻ അതിന്റെ അന്വേഷണത്തിലാ. സാറ് വീട്ടിലേക്കല്ലേ? അല്ല, ബാങ്കിലേക്കാ. ഞാൻ കൊണ്ടുവിടാം. വരൂ. ശരി. പുതിയതായി ഏതോ സ്ഥാപനം തുടങ്ങാനുള്ള ആലോചനയില്ല പ്രസാദ്. ഓഹോ, നല്ല വാർത്തയാണല്ലോ. നിന്നോട് പറഞ്ഞോ? ആ ജെയിംസും നമ്പൂരി ഇവിടെ വന്നിരുന്നു. അവര് സംസാരിക്കുന്നത് കേട്ടതാ. ആ, അങ്ങനെ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യട്ടെ. കഴിഞ്ഞു പോയതൊക്കെ ആലോചിച്ച് സമയം കളഞ്ഞിട്ട് ആർക്കെന്തു ഗുണം? പ്രസാദായിരിക്കും. ആ, വാ സുഭദ്രേ, അവനോട് വിളമ്പ്. കുറച്ച് കഴിയട്ടമ്മേ, വിശപ്പില്ല. മണി 1:30 കഴിഞ്ഞു. വരട്ടെ, കഴിക്കാം. അത് ഇത്തിരി ഒഴിക്ക്. പത്രത്തിൽ പരസ്യം കൊടുത്തോ പ്രസാദേ? ഉവ്വ്. പരസ്യം വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പാർട്ടികൾ ആരെങ്കിലും വരും. പിന്നെ ആ ബ്രോക്കർ പറഞ്ഞില്ലേ നിന്റെ ഒപ്പിൻ്റെ കാര്യം, അതൊരടവാ. വസ്തുവിൻ്റെ വില കുറയ്ക്കാനുള്ള അടവ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ ബാലമാമ. ആ, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഞാനിന്ന് ബാങ്കിൽ പോയിരുന്നു. ശങ്കർ സാറിന് നമ്മൾ കൊടുത്ത ചെക്കില്ലേ, അത് ഇതുവരെ സാർ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. സത്യമാണോ? അതെ. എനിക്കതിൽ അത്ഭുതമില്ല. ചെക്ക് അവൻ സ്വീകരിക്കായിരുന്നില്ലല്ലോ. ഞാൻ അവിടെ വെച്ചിട്ട് വരികയായിരുന്നല്ലോ. അന്നേ എനിക്ക് തോന്നിയിരുന്നു അതൊരിക്കലും ബാങ്കിലെത്തില്ല എന്ന്. അഭിമാനിയാണ് ശങ്കരൻ. ഇനി എന്തു ചെയ്യും? അത് അവർക്ക് അവകാശപ്പെട്ട തുക തന്നെയാ. അതവർ കൈപ്പറ്റണം ബാലമാമ. നമുക്ക് ആ പണം വേണ്ട. നമ്മളത് തിരിച്ചു വാങ്ങുന്നില്ലല്ലോ. പിന്നെ ചെക്ക് ഇനിയും ബാങ്കിൽ പ്രസന്റ് ചെയ്യാതിരുന്നാൽ അത് നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. സുമിത്രയുടെ വിവാഹമാണ്. പണത്തിന് ഒരുപാട് ആവശ്യങ്ങൾ വരും. ആ തുക അതിന് ഉപകാരമാവും. നീ ചെല്ലേ, വേഗം ഇതൊക്കെ മാറിയിട്ട് വാ, ഊണ് കഴിക്കാം. പാലേട്ടാ, എന്റെ കുട്ടിയുടെ ഉള്ളിൽ എത്ര വേദനയുണ്ടാവും. എന്നിട്ടും ഇങ്ങനെ ഒന്നും കാണിക്കാതെ പെരുമാറുന്നത് കാണുമ്പോ. അവൻ അങ്ങനെ പെരുമാറട്ടെ സുഭദ്രയെ. എങ്കിലേ അവനൊരു ജീവിതം ഉണ്ടാവും, നാളെ ഉണ്ടാവും. ദൈവം ഇനിയും അവൻ അതിന് കരുത്തു കൊടുക്കട്ടെ.
അന്നാമ്മ ചേച്ചിയുടെ കാര്യത്തിൽ ഡാനിയൽ സാറിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായോ? അന്നത്തെ ഡയലോഗിന്റെ തുടർച്ച? ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ഡയലോഗ് നടന്നിട്ടേ ഇല്ലാത്ത പോലെയാ പെരുമാറ്റം. പക്ഷെ അത് മറന്നിട്ടുണ്ടാവില്ല. മനസ്സിൽ കൃത്യമായ ഒരിടത്ത് നിക്ഷേപിച്ചിട്ടുണ്ടാവും, കൃത്യസമയത്ത് വീണ്ടും പുറത്തെടുത്ത് പ്രയോഗിക്കാൻ. അതുറപ്പാ. ഞാൻ വെൽ പ്രിപ്പയർഡാ. ഇനിയുള്ള ദിവസങ്ങൾക്ക് പഴയ ദിവസങ്ങളുടെ സ്വഭാവമായിരിക്കില്ല എന്ന് എനിക്കറിയാം വിശാൽ. പിന്നെ ഞാനിപ്പോൾ വന്നത് പ്രസാദ് സാറിൻ്റെ കാര്യം പറയാനാ. ഞാൻ ഇന്നലെ സാറിനെ കണ്ടിരുന്നു. ശിവ കൺസ്ട്രക്ഷൻസും സാറുമായുള്ള കേസിൻ്റെ പ്രശ്നം അറിയാലോ. കേസ് ഇപ്പോഴും കോടതി കിടക്കുക. അത് ഒത്തുതീർപ്പാക്കാൻ കുറഞ്ഞത് 6 ലക്ഷം രൂപയെങ്കിലും വേണം. ഇന്നലെ ഞാൻ കാണുമ്പോൾ പ്രസാദ് സാറ് ഹൈലി ഡിപ്രസ്ഡ് ആയിരുന്നു. പ്രസാദേട്ടനെ നമുക്ക് എങ്ങനെയാ സഹായിക്കാൻ കഴിയുക? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യമനു വിചാരിച്ച കാര്യം നടക്കും. എങ്ങനെ? പ്രസാദേട്ടന് 6 ലക്ഷം രൂപ ഞാൻ കൊടുത്ത വെറുതെ കടമായി കൊടുത്താൽ സാറ് വാങ്ങും തോന്നുന്നുണ്ടോ? ഇല്ല, വാങ്ങില്ല. പിന്നെന്ത് ചെയ്യും? വഴിയുണ്ട്. സാറിന് കുറച്ച് പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപ മതിക്കും. സിറ്റിയിൽ നിന്ന് കുറച്ച് അകലെയാ. എനിക്കറിയാം, വണ്ടർലാൻഡ്. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. നല്ല സ്ഥലമാ. എങ്കിൽ ആ സ്ഥലം യമുന വാങ്ങുക, പകരമായി അതിന്റെ വില കൊടുക്കുക. എന്താ, കഴിയോ? പക്ഷേ പ്രസാദേട്ടന് വളരെ പ്രിയപ്പെട്ട സ്ഥലം അത്. അതെ, ആ പ്രിയപ്പെട്ട സ്ഥലം വാങ്ങാൻ ആളെ കിട്ടാനായി പത്രത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞു. പ്ലോട്ട് ഫോർ സെയിൽ. സത്യമാണോ? വസ്തു വാങ്ങാൻ കുറെ ആൾക്കാർ വന്നതുപോലെ പോവുകയും ചെയ്തു. മാനസിക രോഗിയായിരുന്ന ഒരാളുമായി ഒരു ഡീലിന് ആർക്കും വിശ്വാസം പോരാ. അതുകൊണ്ടാ ഞാൻ എമ്മയോട് ഇക്കാര്യം പറഞ്ഞത്. സാറിന്റെ തകർച്ചയ്ക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മളൊക്കെ കാരണക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ സാറിനെ രക്ഷിക്കേണ്ടത്. എനിക്കറിയാം വിശാൽ, ആൻഡ് ഐ എം റെഡി ഫോർ ദാറ്റ്. അതിനുള്ള കഴിവ് എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഡാനിയൽ സാറിനോട് ചോദിക്കാതെ. ചോദിക്കണം, ചോദിച്ചിട്ട് മതി. യമനെ ചോദിച്ചാൽ സാറ് സമ്മതിക്കില്ലേ? സമ്മതിക്കാം, ചിലപ്പോ സമ്മതിക്കാതെ ഇരിക്കാം. പക്ഷേ ഡാനിയൽ സാറ് സമ്മതിച്ചേ മതിയാവൂ. കാരണം യമുനയെ മുന്നിൽ കണ്ട് ഞാൻ പ്രസാദ് സാറിന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. പ്ലീസ്, എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം യമുനെ. അല്ലെങ്കിൽ ആ പാവ മനുഷ്യന്റെ കാര്യം കഷ്ടത്തിലാവും. പ്ലീസ്, യമുനയ്ക്ക് കഴിയും. ഐ എം ഷുവർ. ശരി വിശാൽ. എന്താ പതിവില്ലാത്തൊരു പത്രം വായന? എന്താ ന്യൂസ്? ഞാനൊന്ന് പറഞ്ഞാ അത് സാധിച്ചു തരുമോ? അമ്പിളിമാമനെ പിടിച്ചു തരാനോ മറ്റോ ആണോ? അത്ര റിസ്കി ഒന്നുമല്ല. കാര്യം പറയ്, കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്റെ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. ഇതാ നോക്കൂ, പരസ്യം വന്നിട്ടുണ്ട്. അതിന് അതെനിക്ക് വാങ്ങിയാ കൊള്ളാന്നുണ്ട്.